ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഗോപിക, യുവർ ക്വാറന്റൈൻ ടീച്ചർ. ഇന്ന് നമ്മുടെ ഡേ 3/21 യുവർ ക്വാറന്റൈൻ ടീച്ചർ ഹാബിറ്റ് ചലഞ്ചാണ്. ഐ എം സോ ഹാപ്പി ആൻഡ് ഐ എം സോ പ്രൗഡ്. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഇത്രയും ദിവസത്തെ 13 ദിവസത്തെ ജേർണിയിൽ ഞാൻ ഒരുപാട് സ്റ്റുഡൻസിനെ കണ്ടു. ഒരുപാട് പേര് കഷ്ടപ്പെടുന്നത് കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും കമൻറ്റിലൂടെയും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. എന്നാൽ ഒരുപാട് പേർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങളെ ഒരിക്കലും മോശം പറയുന്നതോ അങ്ങനൊരു സംഭവം അല്ല. ഞാൻ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾക്കത് കേൾക്കുമ്പോൾ മേ ബി എൻ്റെ അടുത്ത് ദേഷ്യം തോന്നാം. അതിൽ തെറ്റൊന്നുമില്ല. കാരണം ഞാൻ നിങ്ങളുടെ പ്രായത്തിലായിരുന്നപ്പോൾ എൻ്റെ അടുത്ത് ആരെങ്കിലും ഇങ്ങനെ വന്ന് പറഞ്ഞാൽ അടിച്ച് ഞാൻ കർണം പൊട്ടിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് അത്രയും ദേഷ്യം തോന്നാം. വേണമെങ്കിൽ തോന്നിയേക്കാം, പറയാൻ പറ്റില്ല. അതുപോലെ നിങ്ങൾക്കും തോന്നിയാലും തെറ്റൊന്നുമില്ല. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം ഞാനത് വളർന്ന് വലുതാകുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ കുട്ടിയാണ് എങ്കിലും നമുക്കൊരു ഏജ്, ഒരു നമ്മുടെ പ്രൊഫഷണലിലോട്ടൊക്കെ എത്തുമ്പോഴത്തേനുമാണ് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ആ കാര്യമെന്ന് പറയുന്നത്, ഇന്ന് നമ്മുടെ ലോകത്തിന് മുൻപിൽ നമുക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് നമ്മൾ എത്ര എക്സ്ക്യൂസ് നമ്മൾ നിരത്തിയാലും അത് ഈ ലോകത്തിന് കേൾക്കണ്ട. മനസ്സിലായോ? ആ എക്സ്ക്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ കാലവും നമുക്കുള്ളത് തന്നെയാണ്. നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതിൻ്റെ എക്സ്ക്യൂസ്, അങ്ങനെയാണോ, അതുകൊണ്ടാണല്ലേ കഴിയാത്തത് എന്ന് ആലോചിച്ച് അല്ലെങ്കിൽ അത് കേട്ട് സമാധാനിപ്പിക്കുന്നത് എപ്പോഴും നമ്മുടെ മനസ്സ് തന്നെയാണ്. ഒരാൾ പോലും, നിങ്ങളുടെ ചുറ്റുമുള്ള ഒരാൾ പോലും ആർക്കും എക്സ്ക്യൂസസ് കേൾക്കണ്ട. മേ ബി അവരൊന്നും പറയില്ലായിരിക്കാം. ഞാനിതിപ്പോൾ ഓപ്പണായിട്ട് പറയുന്നതായിരിക്കും. ഇതൊന്നും ആരും പറഞ്ഞു തന്നെ തരില്ലായിരിക്കാം. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നു. ഇന്ന് നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്നുണ്ടെങ്കിൽ ഒന്നും നോ പറയാതെ അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട് ചെയ്യാതെ മുന്നോട്ട് പോകുക എന്നുള്ളൊരു കാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് എത്തിച്ചേർന്നിട്ട് നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഡേ 1 ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തു, ഡേ 13 ഈ ഒരു ടൈമിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എത്ര പോർഷൻസ് കവർ ചെയ്തു എന്നുള്ളത്. നിങ്ങൾ എത്ര ദൂരെ നിങ്ങൾ എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എത്ര പടികൾ ചവിട്ടി കയറി വന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷെ അതുകൊണ്ടൊരിക്കലും നമ്മൾ ഇത്രയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കാറായിട്ടില്ല. കാരണം ഈ ഒരു ജേർണിയിൽ പല തവണ നമ്മൾ പിന്നെയും സ്റ്റെപ്പ് 1 മനസ്സിലായോ? നമ്മളൊരു പകുതി സ്റ്റെപ്പ് കയറിയാലും തിരിച്ച് 1 ചിലപ്പോൾ നമ്മൾ പിന്നെയും കയറി ഒരു 7ാമത്തെ സ്റ്റെപ്പ് എത്തുമ്പോഴത്തേനും പിന്നെയും ചിലപ്പോൾ നമുക്ക് താഴോട്ടെത്താം. നമ്മളങ്ങനെ പല തവണ നമ്മൾ വീണ് പോയിക്കൊണ്ടേയിരിക്കും. ആ പോകുന്നതിനിടയിൽ നമ്മൾ തളർന്നു പോകരുത്. ഓരോ തവണ വീണ് പോകുമ്പോഴത്തേനും ഒരു എക്സ്ക്യൂസ് പോലും പറയാതെ മുന്നോട്ട് കയറി വരാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇപ്പോൾ എനിക്ക് എൻ്റെ അടുത്തൊരു കാര്യം ചെയ്യാൻ പറ്റിയില്ല എന്നിപ്പോൾ നിങ്ങൾ പല കാര്യങ്ങൾ പറയാറുണ്ട്. എനിക്കതൊരു പ്രശ്നമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. എപ്പോഴും നിങ്ങൾ ഈ എക്സ്ക്യൂസസ് നിങ്ങളടുത്താണ് പറയേണ്ടത്. ആ എക്സ്ക്യൂസ് വളരെ ജെന്യുവൻ ആണോ അത് നിങ്ങൾ തന്നെയാണ് ആലോചിക്കേണ്ടത്. മനസ്സിലായില്ലേ? അല്ലാതെ കാരണം ഞാനും ഇത് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഞാനൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു, ഇന്ന് മൂടില്ല, അതുകൊണ്ട് നാളെ മുതൽ തുടങ്ങാം എന്ന് ഞാനും ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷേ അതിൻ്റെ റിഗ്രറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് വേറെ ആർക്കുമല്ല, എനിക്ക് തന്നെയാണ്. ഇന്നും ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ്. ശ്രമിക്കാറുണ്ട് ഞാനത് അവോയ്ഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ ഞാൻ പെർഫെക്റ്റായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ഞാൻ എൻ്റെ ലൈഫിലും ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണ്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു മൂഡ് സ്വിങ് വന്നു, പിന്നെ അന്നത്തെ ദിവസം ഞാൻ പഠിക്കില്ല. അപ്പോൾ അത് എന്നെ തന്നെ ഞാൻ സമാധാനിപ്പിക്കണം. നിൻ്റെ മൂഡ് ശരിയല്ല, അതുകൊണ്ട് നീ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവത്തില്ല എന്ന് ഞാൻ തന്നെ പലതവണ എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ നഷ്ടം, അതൊരു എക്സ്ക്യൂസാണ്. അതിൻ്റെ നഷ്ടം ആർക്കാണ്? എനിക്കാണ്. എൻഡ് ഓഫ് ദ ഡേ ഇപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾ കുറേ പേരുണ്ടെങ്കിൽ അവർക്കും മൂഡ് സ്വിങ്സുകൾ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർക്കും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. അവരിരുന്ന് പഠിക്കുന്നുണ്ടാകാം. മനസ്സിലായില്ലേ? അപ്പോൾ നഷ്ടമാർക്കാണ്? അവരെന്നെക്കാളും ഒരുപാട് എത്തിയിട്ടുണ്ടാവാം. നമ്മളെക്കാളും ഒരുപാട് എത്തുന്നതല്ല, നമ്മുടെ വിജയസാധ്യത കുറയുന്നതാണ് നമ്മുടെ പ്രശ്നം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെക്കാളും മേലോട്ടൊരാൾ കയറിപ്പോയി എന്ന് പറഞ്ഞ് നമുക്കൊരു പ്രശ്നം വരേണ്ട ആവശ്യമില്ല. അത് ഓരോരുത്തരും എടുക്കുന്ന എഫേർട്ടുകളാണ്. പക്ഷേ നമുക്ക് എപ്പോഴും
നമ്മളും കൂടെ ജയിക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ക്യൂസസ് എല്ലാം മാറ്റി വയ്ക്കുക, ഇനിയും മുന്നോട്ട് പോവുക. ഒരുപാട് നിങ്ങൾക്ക് കവർ ചെയ്യാനുണ്ട്. മനസ്സിലായില്ലേ? പണ്ട് പറഞ്ഞതുപോലെ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ഒരുപാട് ദൂരം എനിക്ക് യാത്ര ചെയ്യാനുണ്ട് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളവരാണ്. അപ്പോൾ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക. അയ്യോ എന്തൊരു ജന്തു. ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഉണർന്ന് നിങ്ങളുടെ പഠിക്കുന്നതും നിങ്ങളുടെ ടാർഗറ്റ്സുകളും നിങ്ങളുടെ പ്ലാൻസുകളും അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. അതാണ് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ അല്ലെങ്കിൽ ഇവരുടെ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് നമ്മുടെ എന്താ പറയുക, യുവർ ക്വാറൻറ്റൈൻ ഹാബിറ്റ് ചലഞ്ചാണ്. ഇത് നമ്മുടെ ഡേ 13 ആണ്, അതായത് നിങ്ങളുടെ ഡേ 1 ആണ്. അപ്പോൾ നിങ്ങളുടെ ഇവിടെ ചെയ്യാനുള്ള എത്രയേ ഉള്ളൂ, നമുക്ക് ഒരു ദിവസം നിങ്ങൾ ഫോളോ ചെയ്യുന്ന പ്ലാൻസുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എത്ര അവേഴ്സ് പഠിക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്കൊരു ദിവസം ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ മെൻഷൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ അക്കൗണ്ട് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തുടങ്ങിയ ഒരു ചാലഞ്ചാണ്. അപ്പോൾ ഇനിയും കുറേ ദിവസങ്ങൾ മുന്നോട്ട് പോകാനുണ്ട്. ഇനിയും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകണം. നമ്മൾ 21 ഡേയ്സ് നമ്മൾ തികയ്ക്കും. ഞാൻ പറഞ്ഞു 1 മുതൽ 21 ദിവസം വരെ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുക, 22ാമത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.